രാഹുൽ ഗാന്ധിയും കിരൺ റിജ്ജുവുമായി പലപ്പോഴും പാർലമെൻറ്റിനകത്ത് കൊമ്പ് കോർക്കാറുണ്ട്. പക്ഷേ അവർക്കിടയിൽ സ്നേഹപൂർവമായ ഒരു മത്സരം കാണാറുണ്ട്. അത് ഫിറ്റ്നസ്സിനെ സംബന്ധിച്ചാണ്. രാഹുൽ ഗാന്ധി ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്, നമുക്കറിയാം. അദ്ദേഹം പിന്തുടരുന്ന മാർഷൽ ആർട്സ് അഥവാ ഈ പറയുന്നുള്ള ശാരീരികക്ഷമതയുടെ ദിവസേനയുള്ള വ്യായാമങ്ങളുടെ ശൈലി പലപ്പോഴും പല വീഡിയോകളിലും ചർച്ചയായിട്ടുണ്ട്. ഐക്കിഡോ ആൻഡ് ബ്രസീലിയൻ ജിയു ജിറ്റ്സു. രാഹുൽ ഗാന്ധി ജാപ്പനീസ് ആയോധന കലയായ ഐക്കിഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉടമയാണ്. കൂടാതെ ബ്രസീലിയൻ ജിയോ ജിറ്റ്സുവിൽ ബ്ലൂ ബെൽറ്റും നേടിയിട്ടുണ്ട്. യാത്രകളുടെ സമയത്ത് പോലും ക്യാമ്പുകളിൽ വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ജിയോ ജിറ്റ്സു പരിശീലിക്കാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ സ്റ്റാമിനയും കാർഡിയോ ഫിറ്റ്നസ്സും ഒക്കെ നിലനിർത്തുന്നതിന് ഓട്ടവും നീന്തലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പരിശീലന രീതിയാണ്. യോഗയും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഒക്കെ അദ്ദേഹം എടുക്കാറുണ്ട്. ഇതിനെ സംബന്ധിച്ച് അവർ തമ്മിലുള്ള ഒരു സംഭാഷണ മധ്യേ ഈ വിഷയം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതും കിരൺ റിജ്ജു അതിന് മറുപടി പറഞ്ഞതുമായ ഒരു സോഫ്റ്റ് ലൈൻ ടോക്ക് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ കിരൺ റിജ്ജു അദ്ദേഹം ഒഴുക്കുള്ള ഒരു പുഴയിൽ നീന്തുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുലിന് ഇത് നീന്തണമെങ്കിൽ പരിശീലനം വേണ്ടിവരുമെന്ന് പറയുന്നൊരു ടൈറ്റിലും കൊടുത്ത് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. ആ വീഡിയോ കാണാം. രാഹുൽ ഗാന്ധിയും കിരൺ റിജ്ജുവിൻ്റെയും തമ്മിൽ പ്രായത്തിൽ 9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. കിരൺ റിജ്ജു രാഹുലിനേക്കാൾ 9 വയസ്സ് കൂടുതലുള്ള ആളാണ്. പക്ഷേ കിരൺ റിജ്ജു നീന്തൽ ചെയ്ത വീഡിയോയുടെ കമൻ്റായി ആളുകൾ പറയുന്നത് രാഹുലിൻ്റെ കടൽ നീന്തലുകളുടെ വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് നോക്കാനാണ് പറയുന്നത്. താങ്കൾ നടന്നാണ് പോയതെന്നും അല്ലാതെ നീന്തിയതല്ലെന്നും അവിടെ അത്രമേൽ ഒഴുക്കില്ലെന്നും, എന്നാൽ രാഹുൽ ഗാന്ധി ഈ സ്വിം ചെയ്യുന്നത് കടലിലെ തിരമാലകളെ പ്രതിരോധിച്ചുകൊണ്ടാണെന്നും അദ്ദേഹത്തിനാണ് ഫിറ്റ്നസ് കൂടുതലെന്നുമൊക്കെ ധാരാളം കമൻറ്റുകളുണ്ട്. ഏതായാലും നീന്തുക എന്ന് പറയുന്ന ഒരു വലിയ കായികക്ഷമത പരിശീലനമെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യായാമ മുറയെന്നോ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും സ്വിമ്മിംഗ് പൂളുകളും അതിൻ്റെ പരിശീലനവുമൊക്കെ ഉണ്ട്. അതിനിടയിലാണ് അരുണാചൽ പ്രദേശിലെ സ്വാഭാവികമായ നദിയിൽ ഒഴുക്കിനെതിരെ നീന്തുന്ന കിരൺ റിജ്ജു ഇത് പങ്കുവെച്ചുകൊണ്ട് രാഹുലിൻ്റെ ശാരീരികക്ഷമതയെ അദ്ദേഹം ഒരു തമാശ രൂപേണയാണെങ്കിലും ടാഗ് ചെയ്ത് വെല്ലുവിളിച്ചിരിക്കുന്നത്. അത് രാഹുൽ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം.